ഇക്കൊല്ലം വിഷുവിന് ആശംസകളുടെ ഭാഗമായും തങ്ങളുടെ ഹോട്ടലിന്റെ പരസ്യത്തിന്റെ ഭാഗമായും ചേർത്തലയിലെ മെഹർ മന്തി ആൻഡ് ഗ്രിൽസ് എന്ന സ്ഥാപനത്തിന്റെ ആളുകൾ പങ്കുവച്ചതും പ്രചരിപ്പിച്ചതും ശ്രീകൃഷ്ണൻ കുഴിമന്തി തിന്നാനായി കൊതിയോടെ ഇരിക്കുന്നൊരു ചിത്രമാണ്. ഇപ്പോൾ ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ഹൈന്ദവ വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും അപമാനിക്കുന്നതാണ് റെസ്റ്റോറന്റിന്റെ ഈ നടപടിയെന്ന് ആരോപിച്ചാണ് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം കടക്കുന്നത്. അതിനിടെ സംഭവത്തിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് കട ഉടമയും രംഗത്ത് വന്നു. പോസ്റ്റർ ചെയ്യാൻ ഏൽപ്പിച്ച ആളിന്റെ അറിവില്ലായ്മയാണ് പോസ്റ്റർ ഇങ്ങനെ ആകാൻ കാരണമെന്നാണ് ഉടമസ്ഥന്റെ പ്രതികരണം. മാധ്യമപ്രവർത്തകൻ GK സുരേഷ് ബാബുവാണ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി ആദ്യം രംഗത്ത് വന്നത്. മറ്റ് മതവിഭാഗങ്ങളുടെ ആചാര്യന്മാരെ ഇത്തരത്തിൽ ചിത്രീകരിച്ചാൽ ഉണ്ടാകുമായിരുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം സ്വന്തം സംസ്കാരത്തിൽ അഭിമാനമുള്ളവർ ഇത്തരം സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കണമെന്നും ആഹ്വാനം ചെയ്തു. സംഭവത്തിൽ നിയമപാലകർ ഇടപെടണമെന്നും ഇപ്പോൾ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ സ്ഥാപനത്തിനെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണവും ബഹിഷ്കരണ ആഹ്വാനങ്ങളും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ഭാരവാഹി കൂടിയാണ് GK സുരേഷ് ബാബുവിന്റെ ആ പോസ്റ്റ് ഒന്ന് നോക്കാം. ചേർത്തലയിലെ മെഹർ മന്തി ആൻഡ് ഗ്രിൽസ് എന്ന പിതൃശൂന്യന്മാർ ഇറക്കിയിട്ടുള്ള വിഷു ആശംസ കാർഡാണത്. ചിക്കൻ മന്തി കഴിക്കുന്ന കൃഷ്ണൻ, പന്നിയിറച്ചി കഴിക്കുന്ന പ്രവാചകന്റെ ചിത്രം ഏതെങ്കിലും ഹിന്ദു നാമധാരി ഇങ്ങനെ ആശംസ കാർഡായി ഇറക്കിയെങ്കിൽ ഇവിടെ എന്താകുമായിരുന്നു അവസ്ഥ? കൃഷ്ണൻ ഭാരതത്തിന്റെ ഹൃദയവികാരമാണ്. ലോകമെങ്ങും മികച്ച മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഭഗവത്ഗീതയിലെ മാനേജ്മെന്റ് ശാസ്ത്രത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്നു. ഇവിടെ പിതൃശൂന്യ ജിഹാദികൾ കൃഷ്ണനെ അപമാനിക്കുകയാണ്. സ്വന്തം പാരമ്പര്യത്തിലും സംസ്കാരത്തിലും അഭിമാനമുള്ള പിതൃപരമ്പരയിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ ഈ കടയിൽ കയറരുത്. ഇത് ചെയ്തവനെ തെരുവിൽ നേരിടാൻ ഹിന്ദു സമൂഹത്തിനാകണം. ഇവിടുത്തെ നിയമപാലകർക്കും മൈനർ പെണ്ണിനെ കെട്ടിക്കാൻ നടക്കുന്നവർക്കും ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചാണ് സുരേഷ് ബാബു ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ചേർത്തലയിലെ മനോരമ കവലയ്ക്ക് വടക്ക് വശത്തുള്ള ഈ മെഹർ മന്തിക്കടയുടെ ഉടമസ്ഥൻ മാപ്പ് ചോദിക്കുന്ന ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അതിൽ പറയുന്നത് പോലെ പരസ്യം ഡിസൈൻ ചെയ്ത ആളിലും മാത്രം ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഒരു പരസ്യം ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിച്ചു എന്ന് കരുതുക. ആ വ്യക്തി പരസ്യം തയ്യാറാക്കുമ്പോൾ അതിന്റെ ഒരു റഫ് കോപ്പി നിങ്ങൾക്ക് ആദ്യം അയച്ചു തരും. കാരണം അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ ആ മാറ്റം വരുത്തിയിട്ട് ഫൈനൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ കൂടി കണ്ട് അപ്രൂവ് ചെയ്ത ഒരു പരസ്യം തന്നെയാകും നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരിൽ വരുന്നത്. അതൊന്നുമില്ലാതെ എല്ലാം പരസ്യം ഡിസൈൻ ചെയ്തവന്റെ തലയിൽ വെച്ച് കിട്ടുന്നത് ശരിയായ ഒരു ഏർപ്പാടല്ല. ഈ പറയുന്നതൊന്നും ആരും വിശ്വസിക്കുകയുമില്ല. ഇനി ശ്രീകൃഷ്ണൻ എന്ന ദൈവത്തിന്റെ ചരിത്രം തിരക്കി ആരും പോവുകയും വേണ്ട. അക്കാലത്ത് കൃഷ്ണൻ മാംസം കഴിച്ചിരുന്നു എന്നൊക്കെയുള്ള വാദങ്ങളുമായി ചിലർ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അത്തരം വാദങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. കേരളത്തിൽ ആരാധിക്കപ്പെടുന്ന ഹിന്ദു ദൈവങ്ങളിൽ പ്രമുഖ സ്ഥാനമുള്ള കൃഷ്ണന്റെ ചിത്രം കുഴിമന്തിയുടെ പരസ്യത്തിൽ വെച്ചത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. മതവികാരം വ്രണപ്പെടുത്തും വിധം ദൈവത്തിന്റെ ചിത്രം വികൃതമാക്കിയവർക്കെതിരെ കലാപ ആഹ്വാനത്തിന് കേസ് എടുക്കുകയാണ് വേണ്ടത്. മതേതരത്വം എന്നത് ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മാത്രം ഉള്ളതല്ല. ചിക്കൻ മന്തി കഴിക്കുന്ന കൃഷ്ണന് പകരം പന്നിയിറച്ചി കഴിക്കുന്ന പ്രവാചകന്റെ ചിത്രം ഹിന്ദുക്കൾ ആശംസക്കാരായി ഇറക്കിയാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്ന പേര് എഴുതിയത് കൊണ്ട് മാത്രം കൈപ്പത്തി വെട്ടിമാറ്റപ്പെട്ട ജോസഫ് മാർ ജീവിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. ഇപ്പോൾ തന്നെ പ്രതിഷേധവും പ്രകടനവും എല്ലാം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കാട്ടുതീ പോലെയാണ് ഈ ന്യൂസ് ഇപ്പോൾ ഷെയർ ചെയ്തു പോകുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിന്റെ പേരിൽ വലിയ ബഹളങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഹിന്ദു മത നേതാക്കളോട് പരസ്യമായി മാപ്പ് പറഞ്ഞ് ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. അല്ലാത്ത വർഷം വർഗീയമായി ചേരിതിരിഞ്ഞുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകാൻ വരെ ഈ ആശംസക്കാർ ഒരു കാരണമായി മാറിയേക്കും.